പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം വായിച്ചപ്പോൾ യൂദാസ് യേശുവിനെ ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുക്കുന്ന നിമിഷത്തെക്കുറിച്ച് കുറച്ചു നേരം ധ്യാനിക്കുവാൻ അവസരം കിട്ടി. ആ നിമിഷം യേശുവിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചു പൊട്ടി വേദനിച്ച നിമിഷമായിരിക്കും അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത്, ഈശോ യൂദാസിനെ അവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് കണ്ടിരുന്നത്. ആ കൂട്ടത്തിലുള്ള എല്ലാവരെയും പോലെ യൂദാസിനും ഈശോയുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നൽകിയിരുന്നു. അവൻ ഈശോയുടെ ഓരം പറ്റി ജീവിച്ചവനാ. കൂടാതെ അവൻ്റെ സന്ദേശങ്ങൾ കേട്ടും അവൻ ചെയ്ത രോഗശാന്തികളെല്ലാം കണ്ട് ജീവിച്ചവൻ. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി, ആ പെസഹായുടെ ദിവസം ഈശോ തൻ്റെ കൈകൾ കൊണ്ട് യൂദാസിൻ്റെ പാദങ്ങൾ വരെ കഴുകി. പക്ഷേ യൂദാസിന് ഇടയ്ക്കെവിടെയോ വെച്ച് ഈശോയോടുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈശോ നൽകിയതും ചൊല്ലിക്കൊടുത്തതൊന്നും മനസ്സിലായില്ല. അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അവൻ തന്നെ സ്വയം നഷ്ടപ്പെടുത്തി സ്വാർത്ഥനായി മാറി. അങ്ങനെ അവസാനം അവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ ശത്രുവിന് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ യേശുവിന് തോന്നിയ വേദന കുറച്ചെങ്കിലും മനസ്സിലാകാതിരിക്കില്ല. കാരണം നമുക്കെല്ലാവർക്കും നാം ഏറെ സ്നേഹിച്ചവർ നൽകിയ ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ, വഞ്ചനകൾ, ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈശോയും ഈ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവൻ നമ്മുടെ ഇത്തരത്തിലുള്ള വേദനകൾ മനസ്സിലാകാത്ത ഒരുവനല്ല. ഈ വേദനകൾ അവൻ അന്യമല്ല. അവൻ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കിയാണ് നമ്മെ സ്നേഹിക്കുന്നത്. ആളുകൾ നമ്മളെ ഒറ്റിക്കൊടുക്കുമ്പോൾ ഈശോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് നമ്മൾ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34:18 തിരുവചനത്തിലൂടെ ഇപ്രകാരമാണ് അവൻ നമ്മോട് പറയുക: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വളരെ സ്നേഹത്തോടെ, റൂബൻ ബ്രദർ ഇൻ ക്രിസ്റ്റോ യൂത്ത്.